നീ ഭൂമി എന്നും തറയെന്നും ലൈഫ് മിഷൻ എന്നും അങ്ങനെ കുറെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്ത് ആ സഹായം ഇല്ലാതാക്കാൻ ടെക്നോട്ടിന്റെ തലയിൽ ആപ്പിൾ വീണത് എങ്ങനെയെന്ന് തുടങ്ങി. ഞങ്ങളെ പോലുള്ളവർക്ക് അത് കിട്ടുമ്പോ ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയ പോലെ വെറൊരു കച്ചവടം മാത്രമാണ്. നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇതിന്റെ താഴെ ഇതാണ് ഞാൻ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഈ സമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി. ഇതിൽ വീഡിയോ തുടങ്ങണേ മുമ്പ് ഒരു കാര്യം പറഞ്ഞേക്കാം, എല്ലാവരും ഹെഡ്സെറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ കേട്ടോ. അതുപോലെ തന്നെ കുഞ്ഞുമക്കളൊന്നും ഈ വീഡിയോ കാണണ്ട. കാരണം ഈ വീഡിയോയിൽ ഞാൻ എന്താ പറയാൻ പോണെന്ന് എനിക്ക് വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് തന്നെ ഭാഷയൊന്നും അത്ര രസകരമാകത്തില്ല. ഇനി വീഡിയോ നമ്മുടെ സീക്രട്ട് ഏജന്റ് നിങ്ങൾക്കറിയാം, കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ടോണി അച്ചായൻ എല്ലാവർക്കും അറിയുന്ന ആളായിരിക്കും. ആളുടെ പുറകിക്കോടെ നടന്ന് എന്തൊക്കെ കണ്ടുപിടിക്കാം. നമ്മുടെ ശാസ്ത്രജ്ഞൻ അങ്ങനെയൊന്നുമില്ല ട്ടാ. ഇവൻ ഇതാ പരിപാടി, കുത്തിത്തിരിപ്പ് പ്രസ്ഥാനം എന്ന് പറയത്തില്ലേ. ആരെങ്കിലും എന്തെങ്കിലും ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോയി എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കി അതൊന്ന് ഇല്ലാതാക്കാം. അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് കേട്ടോ. എവിടെ നിന്നൊക്കെ എന്തൊക്കെ. നിങ്ങൾ വിചാരിക്കും ഇവൻ വലിയ കൊട്ടയ്ക്ക് തെളിവും കൊണ്ട് ആണ്. കൊട്ടയ്ക്ക് തെളിവുണ്ട്. 8 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനൽ ഓണറുടെ ഗതികേട് അധംപതനം എന്നൊക്കെ പറയണം. ഇൻബോക്സിൽ വരണ എല്ലാ ചവറും എടുത്തുകൊണ്ടുവന്ന് അതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇന്ന് ഫോക്കസ് ന്യൂസ് TV എന്ന് പറയുന്ന ചാനലില് വളരെ വിഷമം തോന്നിയ ഒരു ന്യൂസ്. ഇവൻ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട് ഒരു പാവം പിടിച്ച സ്ത്രീ ക്യാൻസർ പോലെയുള്ള മാരകമായ അസുഖത്തിന് ട്രീറ്റ്മെന്റ് നേടി കഷ്ടപ്പെട്ട് ജീവിച്ചു പോകുന്ന ഒരു ഫാമിലിനെ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇവന്റെ ചാനലിലൂടെ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശമായ രീതിയിൽ സൈബർ ബുള്ളിങ് ചെയ്യുന്നുണ്ടായി. ഈ സൈഡ് ചില വീഡിയോയില് ഇവന്റെ ബിൽഡപ്പും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പറയും അങ്ങനത്തെ തെളിവൊന്നും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളിത് ഒരുപാട് വർഷങ്ങളായി എൻ്റെ പൊന്നു മച്ചാനെ നമ്മളൊക്കെ ഇത് തുടങ്ങിയിട്ട് വളരെ നിസ്സാര സമയമായിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നിന്നെപ്പോലെയൊന്നും ഇത്തരം കാര്യങ്ങൾ വെരിഫൈ ചെയ്ത് ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് അങ്ങനെ ഒന്നും തെളിയിക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ നമ്മുടെ എന്താ പറയുക ഒരു ചെറിയ അറിവിൽ നിന്ന് ജീവിതാനുഭവം എന്ന് പറയത്തില്ലേ, അത് നിനക്ക് കിട്ടുന്ന ഇൻബോക്സിൽ കിട്ടുന്ന കമന്റ്സും കാര്യങ്ങളല്ല. ഞാൻ കാര്യത്തിലേക്ക് വരട്ടെ. കഴിഞ്ഞ ദിവസത്തെ ഇവന്റെ വീഡിയോയിൽ ഇവൻ കൊണ്ടുവന്ന് ആ ഫാമിലിയിലെ ആ സ്ത്രീക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഒരു രോഗമില്ല. ഇവന്റെ ഭാഷയിൽ നിന്ന് അല്ലെങ്കിൽ ഇവൻ കൊണ്ടുവന്ന തെളിവെന്ന് പറഞ്ഞാൽ ഈ സ്ത്രീയുടെ തന്നെ ബന്ധുവായിട്ടുള്ള ആരോ അയച്ചു കൊടുത്ത കുറച്ച് കമന്റ്സോ കുറച്ച് ഓഡിയോ ഞാൻ ആ വീഡിയോ കണ്ടായിരുന്നു കേട്ടോ. സോ അതൊക്കെ കൊണ്ടുവന്ന് ഈ സമൂഹത്തിലിട്ട് ആ ബന്ധു പറയുന്നു ഇവർക്ക് ക്യാൻസറും കാര്യങ്ങളൊന്നുമില്ല, ഇവരുടെ മകൻ ദുബായിലാണ്, ഇവർ വെൽ സെറ്റപ്പാണ്, ആളുകളെ പട്ടിച്ച് ജീവിക്കുകയാണ് എന്ന് ഏതോ ഒരുത്തം വിളിച്ചു പറഞ്ഞു. കേട്ട പാതി കേൾക്കാത്ത പാതി. ഇവൻ ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞില്ലേ വെറുതെ പെട്ടെന്ന് എന്ത് കിട്ടിയാലും എന്ത് ചവറ് കിട്ടിയാലും ഇവൻ കൊണ്ടുവന്ന് പറയും ഇതാണ് ഞാൻ സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന ഈ സമൂഹത്തിന് മനസ്സിലാക്കാൻ വേണ്ടി. ഇതിലും വലിയ തെളിവ് എന്ത് വേണം, ഞാനാണ് സീക്രട്ട് ഏജന്റ് എന്നും പറഞ്ഞ് തള്ളി മറിച്ചുകൊണ്ടുള്ള ഇവന്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ഇത് കൊണ്ടുവന്ന് ഒരു പാവം പിടിച്ച കുടുംബത്തെ ഈ സമൂഹത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാണ്. നിങ്ങളൊന്ന് ആലോചിക്കുക, ഇവൻ കൊണ്ടുവന്ന് ഇത്രയും മാത്രം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലിൽ ഒരു കാര്യം വെരിഫൈ ചെയ്യാതെ വെറും ഒരു വ്യക്തി വിളിച്ചു പറഞ്ഞു എന്നതിന്റെ പേരിൽ ഇതുപോലൊരു വോയിസ് പുറത്തു വിടുവാണെന്നുണ്ടെങ്കിൽ ആ കുടുംബത്തിന്റെ അവസ്ഥ എന്തായിരിക്കും? ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ ആ ഒരു അവസ്ഥ വിവരിച്ചുകൊണ്ട് ഫോക്കസ് ന്യൂസ് TV എന്ന് പറയുന്ന ചാനലിൽ ഇട്ടിരിക്കുന്ന വീഡിയോ, നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് തന്നെ ബാക്കി കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞില്ലേ ചിലയത്തമാർക്ക് ഇതൊരു വെറൊരു കച്ചവടം മാത്രമാണ്. നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇതിന്റെ താഴെ വന്നിടും എനിക്കൊക്കെ അരിയാണ്, നീ ചേച്ചി ഇവിടെ ഇരുന്ന് വെടിയിടുന്നത് റീച്ചിന് വേണ്ടിയിട്ടുള്ള ക്യാഷിന് വേണ്ടിയിട്ടുള്ള മോണിറ്റൈസേഷൻ, ആ മറ്റേ ഡയലോഗില്ലേ ആ ഡയലോഗ് കേട്ടിട്ട് മടുത്തോണ്ടാണ് മക്കളെ. പക്ഷെ ഇത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല, നമുക്ക് വീഡിയോ പെട്ടെന്ന് കാണാം. കാണിക്കാൻ ഒക്കത്തില്ല, എനിക്ക് ഇന്നടുത്ത അസുഖം ഒന്നും കാണിക്കാൻ ഒക്കത്തില്ല. ഈ പറയുന്നവൻ ഞങ്ങൾ എവിടെ താമസിക്കുന്നതെന്ന് പോലും അവൻ അറിയത്തില്ല. ഈ വീഡിയോ കണ്ടവരെല്ലാം ഞങ്ങൾ കള്ളം പറഞ്ഞാന്നല്ലേ പറയത്തുള്ളൂ. ഇവനോട് ഞങ്ങൾ എന്ത് ദ്രോഹമാണ് ചെയ്തത്, എന്ത് ദ്രോഹം ചെയ്തിട്ട് ഇവരിങ്ങനെ കാണിക്കുന്നത്? അന്നൊക്കെ ഈ അച്ചായനിയുള്ളായിരുന്നു ഞങ്ങൾക്ക് വരാനും അത്രയും സഹായങ്ങൾ ചെയ്യാനും. ഞങ്ങളെ പോലുള്ളവർക്ക് അത് കിട്ടുമ്പോ ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയ പോലെ. ക്യാൻസർ ബാധിതയായ സ്ത്രീയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചുവെന്ന് കാട്ടി യൂട്യൂബർക്കെതിരെ പരാതി. പത്തനംതിട്ട തിരുവല്ല കവിയൂർ സ്വദേശിനിയായ അപ്പൊ ഇതിന്റെ ബാക്കി ന്യൂസ് നിങ്ങള് ആ ചാനലിൽ തന്നെ പോയി കാണാട്ടോ. വളരെ ക്ലിയർ ആയിട്ട് അവരുടെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ അവരതിനകത്ത് കാണിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത്രയും വലിയൊരു ചാനലിൽ കയറി കുത്തിയിരുന്ന് ഒരു ന്യൂസിനെ കുറിച്ച് ഒരു വെരിഫിക്കേഷനും ചെയ്യാതെ കിട്ടിയ എന്തോ കൊണ്ടുവന്ന് ചാനലിലിട്ട് പാവം പിടിച്ച ആൾക്കാരെ സമൂഹത്തിന്റെ മുന്നിൽ തെറ്റുകാരായി ചിത്രീകരിക്കുക. ഇതാണ് ഇവന്റെയൊക്കെ പരിപാടി. കൃത്യമായ തെളിവുകൾ വെച്ച് ആരെങ്കിലും തട്ടിപ്പുകളൊക്കെ ഈ സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പറഞ്ഞാൽ ഇവനൊക്കെ മുട്ട് പറയ്ക്കും. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മുടെ ഷഫീന ബീവി ഒരുപാട് വ്യക്തികളെ പറ്റിച്ച് ലക്ഷങ്ങൾ തട്ടിച്ചുകൊണ്ട് പോയ കൃത്യമായ തെളിവ് കൈ കൊടുത്തിട്ട് സീക്രട്ട് ഏജന്റ് 2 വാക്ക് പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ അപ്പൊ ഒരു 100,000 എക്സ്ക്യൂസ് പറയും. ഇതാണ് ആളെ നോക്കി അല്ലെങ്കിൽ ഞാൻ
ഞാൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും തട്ടുകേട് പറ്റോ, ആ ഒരു ടൈപ്പ് പ്രതികരണമില്ലേ, അങ്ങനത്തെ ഒരു റിയാക്ഷൻ ചാനലാണ് സായി കൃഷ്ണന്റെ. ഇനി ഈ ന്യൂസ് എങ്ങാനും പുള്ളിക്കാരന്റെ കണ്ണി പെട്ടാൽ തന്നെ അതിൽ നന്നായിട്ട് മെഴുകി, അതായത് ന്യായീകരിച്ച് മെഴുകി കാര്യങ്ങൾ പറഞ്ഞൊപ്പിക്കാൻ നല്ല കഴിവുള്ള വ്യക്തിയാണ്. ഇനി ആരെന്ത് പറഞ്ഞാലും ഒരു നാണമില്ല മാനമില്ല, അത് വേറൊരു കാര്യം. കാരണം കഴിഞ്ഞ ദിവസം 24 ന്യൂസിൽ വന്ന ഒരു ഡിസ്കഷൻ പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയുടെ താഴെയുള്ള കമന്റ് ബോക്സ് ഇയാൾ ഇങ്ങോട്ട് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇയാളെ പൊക്കി പറയുന്ന കമന്റ്സ് ആണെന്ന്. എന്റെ ദൈവമേ പോയി നോക്കണം, 2-3 ഞാൻ ഇവിടെ വെക്കണം, വേണ്ട, അല്ലെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ പുള്ളിക്കാരനെ കിട്ടണുണ്ട്. ഇനി നമ്മളായിട്ട് അല്ലേ ഇത്രയ്ക്കും ഇവർക്കൊക്കെ ഇത്രമാത്രം സബ്സ്ക്രൈബേഴ്സ് എവിടെ നിന്നാണ് ഞാൻ ആലോചിക്കണേ. ഒരു 4 പീസ് കട്ട് ചെയ്യും ഒരു പേപ്പറിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ 4 കഷ്ണം കൊണ്ടുവയ്ക്കും, എന്നിട്ട് ഇരുന്നുകൊണ്ട് ഇങ്ങനെ ആലോചനയാണ്. ഐസക് ന്യൂട്ടന്റെ തലയിൽ ആപ്പിൾ വീണത് എങ്ങനെയെന്ന് തുടങ്ങി ഒരുപാട് ഒന്നുമില്ലെന്ന്. ഇതാണ് ഈ ഒരു പരിപാടിയാണ്. ആരെങ്കിലോടും എന്തെങ്കിലും ന്യൂസ് ഉണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സിലേക്ക് അയച്ചു തരണം. സോ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ ആരെങ്കിലും എന്തെങ്കിലും അയച്ചു കൊടുക്കും. അത് എടുത്തുകൊണ്ടുവന്ന് പാവങ്ങളുടെ കഞ്ഞിയിൽ മണ്ണിടുന്ന ഈ പരിപാടി ഉണ്ടല്ലോ. ഈ സായി കൃഷ്ണന്റെ ആ വീഡിയോ എത്ര പേര് കണ്ടു എന്ന് ഞാൻ നോക്കിയിട്ടില്ല കേട്ടോ. പക്ഷെ ആ വീഡിയോ കണ്ട വ്യക്തികളിൽ ഒരുപാട് പേര് അവർ ഈ ഫാമിലിനെ തെറ്റിദ്ധരിക്കുന്നുണ്ടായിരിക്കും. അവർ വിചാരിക്കുന്നുണ്ടായിരിക്കും ഇല്ലാത്ത രോഗം പറഞ്ഞ് ആളുകളെ പറ്റിച്ച് ആ വീട്ടുകാര് ക്യാഷ് കൊണ്ടുപോയി, ആളുകളെ പറ്റിച്ച് ക്യാഷ് പിരിച്ചു എന്നൊക്കെയല്ലേ വിചാരിക്കത്തുള്ളൂ. ഇനിയിപ്പോ ഓരോരുത്തരോട് നടന്ന ആ വീട്ടുകാർക്ക് ഇതാണ് ഈ സംഭവം, ഇങ്ങനെയാണ് ഉണ്ടായത്. ഇപ്പൊ ഇവരിട്ട ഈ വീഡിയോ ഫോക്കസ് ന്യൂസ് ടിവിയിൽ വന്ന ഈ വീഡിയോ എത്ര പേര് കാണുമെന്ന് അറിയത്തില്ല, സായിയുടെ വീഡിയോ എത്ര പേര് കാണുമെന്ന് അറിയത്തില്ല. സോ ഇവരാരും വന്ന് തിരുത്തി പറയാൻ പോണില്ലേ. ഇപ്പൊ ഇവൻ വന്ന് പറയൂ ഞാൻ ചെയ്തത് തെറ്റാണ്, ആരോ എന്തു പറഞ്ഞപ്പോ ഞാൻ അങ്ങനെയാണ് അങ്ങനെ പറയത്തില്ല. ഒരിക്കലും അവൻ അംഗീകരിക്കില്ല എന്ന് 100% എനിക്ക് ഉറപ്പാണ്. ആ കുടുംബക്കാർക്ക് വന്ന മാനക്കേട് അത് അവര് ഉറപ്പായിട്ടും കേസ് കൊടുക്കണം. ഈ ജാതി ഒരു ചാനൽ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് പാവങ്ങളുടെ നെഞ്ചത്ത് കുതിര കയറുന്ന ക്യാഷിന് വേണ്ടി മാത്രം കുത്തിയിരുന്ന് ഇല്ലാത്ത നുണ ഉണ്ടാക്കി പറഞ്ഞ് പാവങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഇതുപോലെ വളരെ കുറച്ചെണ്ണുള്ളൂ കേട്ടാ കൈവരലുണ്ടെന്നത്. ഈ പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന കുറെ എണ്ണം, വേറെ ഒരു മനുഷ്യത്വം ഒന്നും ഇതിനകത്തില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ന്യൂസ് കേൾക്കുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ ഒരു കമന്റ് ബോക്സിൽ കൊണ്ടുവന്ന് എന്തെങ്കിലും ഒരു ഓഡിയോ ഇട്ട് തരുമ്പോൾ എന്തുകൊണ്ടാണ് ഈ വീട്ടുകാരെ ഇവനൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറ്റാറുന്നത്? എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് എല്ലാ തെളിവുകളും കൃത്യമായി കണ്ടുപിടിക്കുന്ന ഒരു 100 വട്ടെങ്കിലും നീ നിന്റെ വീഡിയോയിൽ പറയാറുണ്ട്. എന്നിട്ട് ഇത്രയും വലിയൊരു അലിഗേഷൻ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു ആരോപണം ഒരു പാവം പിടിച്ച സ്ത്രീയുടെ മേത്ത് കൊണ്ടുവന്ന് ഈ സമൂഹം കേൾക്കുമാറ് ഇങ്ങനെ അലറി കൂവി വിളിച്ചു പറഞ്ഞപ്പോ തന്റെ വീഡിയോയിലൂടെ പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് ഉണ്ടാകാൻ പോണ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അവർക്ക് സത്യം പറയാണെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ആളുകൾ അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ഒരുപാട് പേര്. നീ ഇനി എല്ലാവരുടെയും പോയി പറയട്ടാ നീ ചെയ്ത ഈ വീഡിയോ ഞാൻ എന്തോ കേട്ട് എപ്പോഴാ ചെയ്തതാണെന്ന്. എന്നാ പോലും നിന്റെ വീഡിയോ കേട്ട് വിശ്വസിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കത്തില്ലേ. എടാ കുറച്ചെങ്കിലും മാന്യമായിട്ട് കുറച്ചെങ്കിലും കാര്യങ്ങൾ അറിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരുപാട് ഉണ്ടാക്കിയില്ലേ ഇനിയും പാവങ്ങളെയും കൂടി ഇതുപോലെ ഇല്ലാത്ത ന്യൂസ് പറഞ്ഞ് എന്തുമാത്രം മോശമായ രീതിയിലാണ് ആ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം ചെയ്തിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടോണി അച്ചായൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കുറച്ച് പാവങ്ങൾക്ക് കുറച്ച് സഹായം ചെയ്യുന്നു. സോ ആ സഹായത്തിൽ നീ ഭൂമി എന്നും തറയെന്നും ലൈഫ് മിഷൻ എന്നും അങ്ങനെ കുറെ വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിച്ചേർത്ത് ആ സഹായം ഇല്ലാതാക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ടല്ലേ ഇതുപോലെ പഴയ വീഡിയോകൾ തപ്പിപ്പോയി അതിനിടയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കി. ഇതിനൊക്കെ നിനക്കൊക്കെ എന്ത് കിട്ടുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് തട്ടിപ്പ് നടത്തുന്ന ശരിക്കുള്ള തട്ടിപ്പുകാര് നീ ഒന്ന് ചുറ്റിലും തിരിഞ്ഞു നോക്കിയാൽ നിന്റെ ചുറ്റിലുണ്ട്. അതൊന്നും കണ്ടുപിടിക്കാൻ നേരില്ല. പക്ഷെ ആരെങ്കിലും എവിടെങ്കിലും ആരെങ്കിലും സഹായിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, അവർ എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ, അവർ മറ്റുള്ളവരൊന്ന് പിരിച്ചോ, അവരത് കൊടുക്കാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ടല്ലോ, അത് നീ കാണിക്കുന്നുണ്ടോ? ഉറപ്പായിട്ടും നീ ചാറ്റ് ചെയ്യുന്നുണ്ട്, നീ പറയുന്നുണ്ട് ഞാൻ കൊടുക്കുന്നത് ഞാൻ ആരോടും പറയാറില്ല, എൻ്റെ നാട്ടിൽ വന്ന് ബിരിയാണി മേടിച്ചു തരും, അങ്ങനെ ഒരുപാട് നീ തള്ളാറുണ്ട്. തള്ളു മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് 100% അറിയാം. 100% അറിയാം. ഒരു പാവങ്ങളെയും സ്വസ്ഥമായി ജീവിച്ചു പോകാൻ അനുവദിക്കരുത്. നമുക്കൊന്നും ആ സ്ത്രീയെ പോലെയോ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരെ പോലെയുള്ള സിറ്റുവേഷൻസ് ഇല്ലാത്ത കാരണം, അവരെ പോലെ ഒരു അസുഖം ഇല്ലാത്ത കാരണം അല്ലേ, അല്ലെങ്കിൽ അവർക്ക് നിങ്ങളുടെ അത്രയ്ക്ക് ഒന്നും ക്യാഷും കാര്യങ്ങളും ഇല്ലാത്ത കാരണം, അവർക്കൊന്നും വേണ്ടി സംസാരിക്കാൻ ആരും ഇല്ലാത്ത പേരിൽ അവരുടെയൊക്കെ മേത്ത് അങ്ങോട്ട് ചാഞ്ഞങ്ങോട്ട് കിടക്കുമല്ലോ, അങ്ങോട്ട് കുതിര കയറാം. അവരെ കുറിച്ച് എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആരും ചോദിക്കാനും പറയാനൊന്നുമില്ല. അതുകൊണ്ടല്ലേ ഈ പാവങ്ങൾ ഈ വീഡിയോ ഒക്കെ നീ തപ്പിപ്പോയി കൊണ്ടുവന്ന് അവരെ സമൂഹത്തിന്റെ മുന്നിൽ മോശക്കാരായി ചിത്രീകരിച്ച് ഇത്രയ്ക്കും വൃത്തികെട്ട രീതിയിൽ ഇത്ര മോശമായ രീതിയിൽ ഒരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞത്. എടാ ചെക്ക, ഞാൻ വീണ്ടും പറയണു, ഒന്ന് വളരെടെ ചെക്ക. ഇപ്പോഴും പണ്ട് വീഡിയോ ചെയ്തതുപോലെ ഈ കുശുമ്പും കുന്നായ്മയും പറഞ്ഞ് മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിച്ച് പാവങ്ങളുടെ മേത്ത് കുതിര കയറി ഈ ജാതിയിലുള്ള ഈ വീഡിയോ പ്രസ്ഥാനം ഒന്ന് നിർത്ത്. ഞാനൊന്ന് നോക്കട്ടെ എത്ര
എത്ര ആൾക്കാർ ഇവനെതിരെ പ്രതികരിക്കുന്നത്. കാരണം ഇവനൊക്കെ ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരെങ്ങളുടെയൊക്കെ വായിന്ന് എന്തെങ്കിലും മുത്തുമണികളൊക്കെ വീഴുമെന്ന് നമുക്കൊന്നും അറിയണ്ടേ. എത്ര പേര് ഇവൻ ചെയ്ത ഈ തെണ്ടിത്തരം കൃത്യമായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു പാവം പിടിച്ച ഒരു സ്ത്രീനെ ഈ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇത്രയും മോശമായി വീഡിയോ ചെയ്തത് എത്ര ആൾക്കാരും ഒന്ന് പ്രതികരിക്കുന്നത് നമുക്ക് കാണാം. ആരും തന്നെ പ്രതികരിക്കാൻ ഒരു ചാൻസ് ഇല്ല. നമുക്ക് വെയിറ്റ് ആൻഡ് വാച്ച്. ഇനി പ്രതികരിക്കുകയാണെങ്കിൽ തന്നെ അയ്യോ സീക്രട്ട് ഏജന്റിനെ എങ്ങനെ വിഷമിപ്പിക്കാതെ ഈ സബ്ജക്റ്റ് ഒന്ന് കൈകാര്യം ചെയ്യാം എന്ന് ചിന്തിക്കുന്ന അണ്ണന്മാരെ എവിടെയുള്ളൂ. എനിക്ക് എന്തായാലും ഇവനൊന്നുമായിട്ട് ഒരു കൂട്ടുകെട്ട പരിപാടികളൊന്നുമില്ല. എനിക്ക് പറയാനുള്ളത് കൃത്യമായിട്ട് ഞാൻ പറയും. നീ പാവങ്ങളുടെ മേത്തുനിന്ന് വിട്. എന്നിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ പ്രതികരിക്കാനും അനീതിയും അക്രമവും കാണിക്കുന്ന ഒരുപാട് പേര് കിടക്കുന്നു. അവരുടെ മേത്ത് പോയി കയറി എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ചെയ്യും. ഇത് ഒരുമാതിരി പണ്ടത്തെ ചങ്കരൻ തെങ്ങുമ്മ തന്നെ എന്ന് പറഞ്ഞ മാതിരി ഞാൻ എപ്പോഴും അവിടെ തന്നെ ഇരിക്കത്തുള്ളൂ, ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യത്തുള്ളൂ. അതിൽ നിന്നൊക്കെ മുന്നോട്ട് പോകേണ്ട ഒരുപാട് സമയങ്ങൾ അതിക്രമിച്ചു കഴിഞ്ഞു. സോ നിങ്ങൾക്ക് ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തുടർച്ചയായിട്ട് വീഡിയോകൾ തന്നെ വന്നുകൊണ്ടിരിക്കും. ഇവൻ ഈ ഒരു ലെവലിൽ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനിയും പ്രതികരിക്കേണ്ടി വരും. പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ.